സോ ഫസ്റ്റ് ഡേയിലെ ടാസ്ക് എന്തായാലും ഞാൻ വിചാരിച്ച പോലെ അത്ര ടഫൊന്നും ആയിരുന്നില്ല. അതായത് ഞാനൊരു അഗ്നി പരീക്ഷ ലെവൽ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നല്ല ടഫ് ടാസ്ക് ആയിരിക്കും കൊടുക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനത്തെ അല്ല, എല്ലാം സിമ്പിൾ ടാസ്ക് ആയിരുന്നു കൊടുത്തത്. അതായത് ബസ് ടു ബസ് ലെവൽ ടാസ്കുകൾ അങ്ങനെയൊക്കെയുള്ളത്. പിന്നെ ആ ഒരു മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ ടാസ്ക് മാത്രമാണ് കുറച്ച് ഒരു ഇച്ചിരി ഇതായിട്ടുള്ളത്. ബാക്കിയെല്ലാം നോർമൽ ടാസ്കുകളാണ്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ നല്ല നല്ല ടാസ്കുകളായിരിക്കും വരുന്നത്. കാരണം ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നതും അതിൽ ടാസ്കുകൾ എന്ന് പറയുന്നത് വളരെ എന്താണ് പല പല ലെവൽസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് നമ്മുടെ ഫിസിക്കൽ ഉണ്ട്, മെന്റൽ ഉണ്ട്, എൻഡുറൻസ് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്ന ലെവലുള്ള ടാസ്കുകളാണ്. സോ അതുപോലത്തെ ടാസ്കുകളായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടുന്ന് പോകുന്ന കോമണേഴ്സിന് അതിൽ എന്താണ് പെർഫോം ചെയ്യാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് അവരെ ഒന്ന് മേക്കപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടാസ്കുകളായിരിക്കും ഇവിടെ കൊടുക്കുന്നത് എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ടാസ്കിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതെങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അങ്ങനെ മണിച്ചിത്രത്താഴ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ള 20 പേരെ കൊണ്ട് റെനീഷ നേരെ ഇങ്ങോട്ടേക്കാണ് നമ്മുടെ സ്റ്റേജിലേക്ക് വരികയാണ്. അതിനുശേഷം അവർക്ക് ഇരിക്കാനുള്ള സീറ്റുകളെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് റെനീഷ അടുത്തൊരു എന്താണ് ട്വിസ്റ്റിലേക്ക് പോയത്. ട്വിസ്റ്റ് എന്നല്ല, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് പോയത്. അതൊരു പെൻഡൻ, ഒരു ഗോൾഡ് പെൻഡൻ. അതിനൊരു സ്പെഷ്യൽ പവർ ഉണ്ടെന്നാണ് റെനീഷ പറയുന്നത്. അതിന് എന്തൊക്കെയോ ഒരു അൺലിമിറ്റഡ് പവേഴ്സ് ഉണ്ട്. ഇനി ആ പവർ നമുക്ക് എന്താണ് അഗ്നിപരീക്ഷയിലാണോ ഉപയോഗിക്കാൻ പറ്റുന്നത്, അതോ അത് കിട്ടുന്ന ആൾക്ക് ബിഗ് ബോസ് ഹൗസിൽ ഡയറക്റ്റ് ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുമോ, അതിനെക്കുറിച്ചൊന്നും വ്യക്തമാക്കില്ല. പക്ഷെ അതിനെന്താണ് ഒരു പ്രത്യേക പവർ ഉണ്ട്. ആ പവർ ആണെങ്കിൽ നമ്മുടെ ജഡ്ജസിനും ഒക്കെ എന്താണ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൻഡൻ വെച്ചിരിക്കുന്ന അതിന്റെ കളർ റെഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് ആ വ്യക്തിക്ക് കൊടുക്കില്ല. അതേസമയം ആ വ്യക്തിയുടെ പേര് പറയുന്ന സമയത്ത് അതിന്റെ കളർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ആ പെൻഡൻ എന്ത് ചെയ്യാം, ആ വ്യക്തിക്ക് സ്വന്തമാകും. ടീമിനെ സെലക്ട് ചെയ്തു, അവരൊരു ടീം ഫോം ചെയ്തു. അതായത് 3 ടീം ഫോം ചെയ്തു. അതായത് അതിലുള്ള 20 കണ്ടസ്റ്റൻസ് അടങ്ങിയ ഒരു 3 ടീം അവർ എന്ത് ചെയ്തു, ഫോം ചെയ്തു. ആ ഓരോ ടീമും എന്താണ് അവരുടെ ടൈമിലാണ്, അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈമിലാണ് അവരുടെ ഇൻട്രൊഡക്ഷൻ നടക്കുന്നത്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ, അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരെന്തിനാണ് ഇതിൽ വന്നത്, അവരുടെ പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ഒരു ടൈമിലാണ്. അങ്ങനെ ഫസ്റ്റ് പെർഫോം ചെയ്യാൻ വരുന്നത് റിയാസിന്റെ ടീമാണ്. അപ്പൊ റിയാസിന്റെ ടീമിന് കൊടുക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. ബസർ ടു ബസർ ലെവൽ ടാസ്ക് ആണ്. അതായത് ഒരു പിരമിഡ് ഉണ്ടാക്കുക. അതായത് കുറച്ച് കപ്പും 3 സ്കെയിലും വെച്ചിട്ട് എന്താണ് പിരമിഡ് ഉണ്ടാക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളായിരിക്കും അതിൽ സെലക്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും മോശമായിട്ട് സെലക്ട് ചെയ്യുന്ന ആളെ അവർ എന്താണ് നമ്മൾ ഡേഞ്ചറസ് സോണിലേക്ക് വിടുന്ന പോലെ തന്നെ ഇതിൽ പറയുന്ന ഔട്ട് ഹൗസ് എന്നാണ്, അങ്ങോട്ടേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരു പ്രത്യേക ബാൻഡ് ഒക്കെ കൊടുക്കും. അവരെ എന്താ ചെയ്യുന്നതെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ റിയാസിന്റെ ടീമിൽ നിന്ന് ഒരു എന്താണ് ഒരു 2 പേരെന്താണ് ഔട്ട് ഹൗസിലേക്ക് പോകുന്നുണ്ട്. ഇതിൽ നിന്ന് ജയിച്ച ആളെന്ന് പറഞ്ഞാൽ പ്രണവാണ്. പ്രണവിനാണ് എന്ത് ചെയ്യുന്നത്, പെൻറ്റോൺ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നത് രഞ്ജിനിയുടെ ടീമാണ് വന്നത്. ഫുൾ ഗേൾസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഇൻട്രഡക്ഷൻ ടൈമിൽ വർഷ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട പഴയ സീസണിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് എനിക്ക് രഞ്ജിനി ചേച്ചിയാണ് ഇഷ്ടമെന്ന്. പക്ഷെ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ആദ്യം നമ്മൾ ഈ വരുന്ന ടൈമിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഈ കുട്ടി ആദ്യം എഴുതിയിരിക്കുന്നത് പേളിമണിയാണ് കുട്ടിക്ക് ഇഷ്ടമെന്നാണ് കുട്ടി എഴുതിയത്. അപ്പൊ രഞ്ജിനി ആദ്യം ഷോക്കായി പോയി രഞ്ജിനിയുടെ പേര് പറഞ്ഞപ്പോൾ. കാരണം ഇതിൽ എഴുതിയേക്കുന്ന പേളിമണിയാണ്, ഈ പറഞ്ഞപ്പോൾ രഞ്ജിനിയാണ്. അപ്പൊ അവിടെ തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ ഈ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ആയി. ഷോ ഞാൻ കള്ളത്തരം പറഞ്ഞല്ലോ എന്നുള്ളൊരു ഇതും വന്നു, അതോ ഇനി മറന്നു പോയതാണോ എന്ന് അറിയില്ല. അവിടെ തന്നെ ഒരു ഇത് വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറഞ്ഞപ്പോൾ ഈ ഇവർ ഗെയിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് പണ്ട് കളിച്ച ഓർമ്മയില്ല, കുളങ്കര കളിക്കത്തില്ലേ, അതുപോലത്തെ ഒരു ടാസ്ക് ആണ്. പക്ഷെ ഇതിൽ ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിസ്റ്റ് അല്ല, ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളം കരയ്ക്ക് വരാൻ ജഡ്ജസിന്റെ പേരാണ് പറഞ്ഞത്. അതായത് അഖിൽമാരാർ എന്ന് പറയുമ്പോൾ നമ്മൾ കുളത്തിലോട്ട് ചാടണം, റെനീഷ എന്ന് പറയുമ്പോൾ കുളത്തിന് പുറത്ത് ചാടണം. പിന്നെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യുന്നത് രഞ്ജിനിയുടെ റിയാസിന്റെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയത് അതിൽ വിന്നർ ആകുന്നത് പാർവതിയായിരുന്നു. അങ്ങനെ പാർവതിക്ക് എന്താണ് കിട്ടിയത്, നമ്മുടെ എന്താണ് പെൻഡൻ കിട്ടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പറഞ്ഞാൽ അഖിൽമാരാറിന്റെ ടീമിന്റെ ടാസ്ക് ആയിരുന്നു. അവർക്ക് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മറ്റേ കുറച്ച് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഒരു 4 ഗ്ലാസ്, ഒരാൾക്ക് 4 ഗ്ലാസ് എന്തോ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബോൾ ഇട്ട് കൊടുക്കണം. അപ്പൊ അതിൽ ഇതും ബസർ ടു ബസർ ടാസ്ക് ആയതുകൊണ്ട് ഒരു ബസർ തുടങ്ങുന്നു, അത് തീരുന്നതിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുക, ബോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ബോൾ എന്ത് ചെയ്യുക, ആ ഗ്ലാസ്സിൽ ഇടുക. അപ്പൊ അതിൽ ജയിക്കുന്ന ഷിജിനായിരുന്നു. അപ്പൊ ഷിജിനാണ് എന്ത് കിട്ടിയത്, ഗോൾഡൻ പെൻഡൻ കിട്ടിയത്. അപ്പൊ ഇത് കിട്ടിയത് ആകെ 3 പേർക്കേ ഉള്ളൂ. ആ 3 പേരാണ് ഇപ്പൊ സേഫ് ആയിട്ടിരിക്കുന്നത്. ഇനി അറിയില്ല ഇനി അടുത്ത് എന്താണ് ഇവർക്ക് വരാൻ പോകുന്ന ടാസ്ക്, ഇനി ഇവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. കുറച്ച് പേര് ഇരിപ്പുണ്ടല്ലോ, അപ്പൊ അവരുടെ കയ്യിലെല്ലാം ഒരു ബാൻഡ് കിട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി അവരുടെ കാര്യം എന്താണെന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. സോ റിനീഷ് ഇവരെപ്പറ്റി ചോദിക്കുന്നുണ്ട്, ഇനി ഇവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് ജഡ്ജസിനോട് ചോദിക്കുമ്പോൾ ജഡ്ജസ് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അവർക്കൊരു ചാൻസ് കൊടുക്കണം. കാരണം അവർ ഇത്രയും ഈ 10,000 ആപ്ലിക്കൻസിൽ നിന്നും സെലക്ട് ആയിട്ടുള്ളവരല്ലേ 40 പേര്. സോ അവരെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, അവർക്കൊരു ടാസ്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. മേ ബി നാളത്തെ എപ്പിസോഡിൽ മേ ബി അവർക്കുള്ള ടാസ്ക് ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഔട്ട് ഹൗസിൽ ഇരിക്കുന്നവരെയും ഈ ബാക്കിയുള്ള 20 പേരിലേക്ക് ആഡ് ചെയ്യുകയാണോ, ഇനി അവർക്കിനി പ്രത്യേകം ടാസ്ക് ഉണ്ടോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ടില്ല. സോ നമുക്ക് എന്തായാലും നാളെ കാത്തിരിക്കാം. സോ എൻ്റെ ചാനലും എൻ്റെ ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.